ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഉദ്ധവരെ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ച ആ ഭാഗമാണ്. ഉദ്ധവര് വൃന്ദാവനത്തിലെത്തി, വൃന്ദാവനത്തിലെ കാഴ്ചകളൊക്കെ കാണുന്നു. അതിനുശേഷം നന്ദഗോപൻ്റെ ഗൃഹത്തിലെത്തി കൃഷ്ണൻ പറഞ്ഞയച്ച കാര്യങ്ങളും കൃഷ്ണൻ്റെ വിശേഷങ്ങളും എല്ലാം പറയുന്ന ഭാഗം നമ്മൾ പറഞ്ഞു. യശോദയുടെയും നന്ദഗോപരുടെയും സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ അന്നത്തെ ദിവസം ഉദ്ധവര് നന്ദഗോപൻ്റെ ഗൃഹത്തിൽ കഴിച്ചു കൂട്ടുകയും പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കാളിന്തിയിൽ പോയി കുളിച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നന്ദഗോപൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. രാവിലെ തന്നെ ഗോപസ്ത്രീകൾ പ്രഭാത സ്നാനത്തിനായി പുറപ്പെടുന്ന സമയമാണ്. അങ്ങനെ അവർ പ്രഭാത സ്നാനത്തിനായിട്ട് പുറപ്പെടുന്ന സമയം നന്ദഗോപൻ്റെ ഗൃഹത്തിൻ്റെ പുറത്ത് കൊടിക്കൂറയോട് കൂടിയ ഒരു തേര് കിടക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഒന്നിച്ചുകൂടി അത് ആരുടേതാണ് എന്ന് അന്വേഷിക്കുന്നു. പണ്ട് അക്രൂരൻ വന്ന രഥം പോലെയുള്ള ഒരു രഥമാണല്ലോ ഇത് മധുരയിൽ നിന്നും നമ്മുടെ കണ്ണൻ തിരിച്ചു വന്നതായിരിക്കുമോ എന്നൊക്കെ ഈ ഗോപസ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അതിനുശേഷം അവർ നന്ദഗോപൻ്റെ ഗൃഹത്തിലെത്തി ആരാണ് വന്നത് എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു, ശ്രീകൃഷ്ണ സന്ദേശവും കൊണ്ട് മധുരയിൽ നിന്നും വന്ന യാദവ മന്ത്രിയായ ഉദ്ധവരാണ് വന്നിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവർ വളരെ സങ്കടത്തോടു കൂടി തൊഴുതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഉദ്ധവരോട് പറയുകയാണ്, അവിടുന്ന് ഞങ്ങളുടെ ആനന്ദമൂർത്തിയായ മുകുന്ദൻ്റെ ദൂതനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഗോകുലത്തിൽ അദ്ദേഹത്തിന് മാതാപിതാക്കളെ മാത്രമേ സമാധാനിപ്പിക്കുവാനുള്ളൂ. എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഭക്തകളായ ഞങ്ങളുടെ കാര്യം ഭക്തവത്സലൻ മറന്നു കളഞ്ഞു കാണും അല്ലേ? അല്ലെങ്കിലും ഞങ്ങളെ എന്തിന് അദ്ദേഹം ഓർമ്മിക്കുന്നു? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരുമല്ല, വെറും ദാസികളാണ്. ഭർത്താക്കന്മാരെയും അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ വേണുഗാനം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് മഴക്കാറു കണ്ട മയിൽപേടകളെ പോലെ നൃത്തം ചെയ്ത് ആ പുണ്യവിഗ്രഹത്തെ പല ലീലകളാടി രസിപ്പിച്ചാരാധിച്ച ഞങ്ങളെ അദ്ദേഹം ഉപേക്ഷിച്ചു, മറന്നു കളഞ്ഞു. പ്രഭോ, അങ്ങ് കേൾക്കണം. ഞങ്ങൾ ഞങ്ങളുടെ മാത്രമായിരുന്ന ആ കണ്ണനെ വാത്സല്യ ഭക്തിയോടുകൂടിയാണ് പ്രേമിച്ചത്. ആ ഭക്തിയോടുകൂടി ഞങ്ങൾ അദ്ദേഹവുമായി രമിച്ചു. പക്ഷേ അതൊരിക്കലും ശൃംഗാരമായിരുന്നില്ല. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹവുമായി ശൃംഗാരവേഴ്ചയ്ക്ക് ഞങ്ങൾ ആരും ആഗ്രഹിച്ചിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടത്. കൗമാരം വിടാത്ത ഒരു ചെറുബാലനുമായി ശൃംഗാരരതി ലീലകളാടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഭ്രാന്തികളാണ് എന്ന് അങ്ങയ്ക്കറിയാമല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയൊരു ഭ്രാന്ത് ഉണ്ടായിരുന്നില്ല. ഭക്തിയായിരുന്നു ഞങ്ങളുടെ പ്രേമം. ഇങ്ങനെയൊക്കെ ഈ ഗോപസ്ത്രീകൾ ഉദ്ധവരോട് പറയുന്നു. എന്നിട്ട് പരിഭവം പറയുകയാണ്. അച്ഛനെയും അമ്മയും മാത്രമാണ് ഇപ്പോൾ കണ്ണൻ ഓർക്കുന്നത്. ഞങ്ങളെ മറന്നു കളഞ്ഞു. ഞങ്ങൾക്കുള്ള ഒരു സന്ദേശവും അദ്ദേഹം കൊടുത്തുവിട്ടില്ല. ഇങ്ങനെയൊക്കെ പരിഭവം പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, കണ്ണൻ ഞങ്ങളെ മാത്രമല്ല ഗോക്കളെയും ഗോപാലന്മാരെയും അതുപോലെ തന്നെ വൃന്ദാവനത്തെയും കാളിന്തിയെയും
ഗോവർദ്ധനത്തെയും ഒക്കെ മറന്നു കളഞ്ഞല്ലോ എന്ന് സങ്കടത്തോടു കൂടി അവർ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനിയും അങ്ങേക്ക് ഒരു കാര്യം കേൾക്കണോ? ഇവിടെ നിന്നും അക്രൂരനുമായി രഥത്തിൽ അദ്ദേഹം മധുരാപുരിക്ക് തിരിച്ചപ്പോൾ ഈ ഭക്തകളായ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്നു. എന്നിട്ട് സ്നേഹത്തോടു കൂടിയ ഒരു വാക്കുപോലും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ല. ജ്യേഷ്ഠനും അനുജനും കൂടി പുഞ്ചിരിച്ചുകൊണ്ട് രഥത്തിൽ ഇരുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കിയതുപോലുമില്ല ഞങ്ങളെ. അപ്പോൾ തന്നെ കൃഷ്ണൻ ഞങ്ങളെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ആ നിമിഷം തന്നെ മനസ്സിലാവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ഇവരങ്ങ് പരിഭവം പറഞ്ഞിട്ട് അക്രൂരൻ്റെ അടുക്കലിരുന്ന് കണ്ണുനീർ വാർക്കുകയാണ്. ഈ വിധം ഭക്തിയോടുകൂടി വിരഹവേദനയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപസ്ത്രീകളെ ഉദ്ധവര് അത്ഭുതത്തോടുകൂടി നോക്കുകയും അവരുടെ വാക്കുകളെ കേൾക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു പോയി. ഭഗവാനെ, ഇങ്ങനെയും ഒരു കൃഷ്ണഭക്തിയുണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. എന്നിട്ട് ഗോപസ്ത്രീകളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉദ്ധവര് പറയുകയാണ്, പുണ്യവതികളായ ഭക്തകളെ. ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എങ്ങനെയാണ്? പുണ്യവതികളായ ഭക്തകളെ എന്ന് അഭിസംബോധന ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളെ ഞാൻ പുണ്യവതികളെന്ന് വിളിച്ച് നമസ്കരിക്കുന്നു. നിങ്ങളോളം കൃഷ്ണഭക്തിയുള്ളവർ ഈ ഭൂമണ്ഡലത്തിൽ വേറെ ആരുമില്ല. അതുമൂലം നിങ്ങൾ പുണ്യവതികളും പാവനാംഗികളുമായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ കൃഷ്ണൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം വരാതിരിക്കുന്നത്. അക്രൂരൻ്റെ രഥത്തിൽ കയറിയിരുന്നപ്പോഴും അദ്ദേഹം മിണ്ടാതിരുന്നത്, നിങ്ങളെ നോക്കാതിരുന്നത്, നിങ്ങളോട് സംസാരിക്കാതിരുന്നത്, യാത്ര പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളെ വിട്ടുപിരിയുന്ന സങ്കടം കൊണ്ടാണ്. അത് നിങ്ങൾ അറിയണം. കംസവധത്തിനു ശേഷം യദുവംശത്തിൻ്റെ നിലനിൽപ്പിന് പലതും അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരും. വന്ന് നിങ്ങളെ എല്ലാവരെയും ആനന്ദിപ്പിക്കും. അദ്ദേഹം ആനന്ദമൂർത്തിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് നിങ്ങൾക്ക് അദ്ദേഹം സാധിച്ചു തരും. നിങ്ങൾക്കുള്ള ഒരു സന്ദേശം അദ്ദേഹം തന്നുവിട്ടിട്ടുണ്ട്. അത് നിങ്ങളോട് പറയുവാൻ അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ സന്ദേശം വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ കേട്ടാലും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകൾക്ക് കൊടുത്തുവിട്ട സന്ദേശം ഉദ്ധവര് വായിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപസുന്ദരികളെ, നിങ്ങൾ ഒരിക്കലും എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. സദാസമയവും ഞാൻ നിങ്ങളെ സ്മരിക്കുന്നു. എൻ്റെ മനസ്സിൽ സദാ കളിയാടുന്നത് നിങ്ങളുടെ നിഷ്കളങ്കമായ വാക്കുകളാണ്. സദാസമയവും എൻ്റെ കർണങ്ങളിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ സംഭാഷണമാണ്. നാം ഒന്നിച്ചു നടത്തിയ രാസക്രീഡയെ എനിക്ക് മറക്കാൻ സാധിക്കുമോ? വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോപസ്ത്രീകളെയും മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എൻ്റെ ഓടക്കുഴൽ ഇന്ന് മൂകമാണ്. നിങ്ങൾക്ക് മനസ്സിന് ആനന്ദം വളർത്തുവാനാണ് ഞാൻ മുരളീനാദം ഉതിർത്തുകൊണ്ടിരുന്നത്. എന്ന് വൃന്ദാവനത്തിൽ വന്ന് ഗോപസ്ത്രീകളുമായി വിഹരിക്കുന്നുവോ അന്ന് മാത്രമായിരിക്കും എൻ്റെ ഓടക്കുഴലെടുത്ത് ഞാൻ ഊതുന്നത്. ഞാൻ ഉടനെ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ട് ആനന്ദിപ്പിച്ചു കൊള്ളാം. ഞാൻ ഉടനെ വരാത്തതിൻ്റെ കാരണം ഉദ്ധവർ നിങ്ങളെ ധരിപ്പിക്കും. എന്നോട് പരിഭവം തോന്നരുത്. നിങ്ങൾ എനിക്ക് മാപ്പു തരണം എന്ന്
നിങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ. ഇതാണ് സന്ദേശം. ഈ സന്ദേശം ഉദ്ധവൻ വായിക്കുന്നു. നിങ്ങൾ സന്തോഷമായി പോകൂ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കൃഷ്ണനെ ധരിപ്പിക്കാം എന്ന് ഉദ്ധവര് ഗോപസ്ത്രീകളോട് പറയുന്നു. എന്നിട്ട് മറ്റു ചില ഉപദേശങ്ങൾ കൂടി കൊടുത്ത് ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കുന്നു. അവരുടെ മനസ്സിന് ഭഗവാനോടുള്ള പ്രേമം, ആ പ്രേമത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന തലം മാറിയിട്ട് തീർത്തും ഒരു ഭക്തിയുടെ ഭാവത്തിലേക്ക് ഉദ്ധവരെ കൊണ്ടുപോകുന്നു. ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും അവനെന്നും ഇവനെന്നും നീയെന്നും ഇങ്ങനെ ഭേദങ്ങൾ തോന്നുന്നത് വെറും മിഥ്യയാണെന്നും മായയാണെന്നും മായ അകലുമ്പോൾ രണ്ടെന്നുള്ള ഭാവം ഇല്ലാതാകുന്നു എന്നും അപ്പോൾ ഞാനുമില്ല നീയുമില്ല ഒന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉദ്ധവര് ഗോപസ്ത്രീകളോട് പറയുന്നു. കൃഷ്ണൻ തന്നെയാണ് ഗോപികൾ എന്ന് പറയുന്നു, ഗോപികൾ തന്നെയാണ് കൃഷ്ണൻ എന്നും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പല ഉപദേശങ്ങളും കൊടുത്ത ഉദ്ധവര് അവരുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം ഉദ്ധവര് വീണ്ടും നന്ദഗോപൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നു. ആ സമയം നന്ദഗോപരും യശോദയും ഉദ്ധവനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണന് കൊടുക്കാനായി പല വിധത്തിലുള്ള പലഹാരങ്ങളും വെണ്ണയും പാലുമൊക്കെ യശോദ എടുത്തു തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങനെ ഉദ്ധവര് യാത്ര പറയുകയാണ്. ആ സമയം തൂമണം വിതറുന്ന പൂക്കൾ കൊണ്ടുള്ള നല്ല മാലകൾ, ആ മാലകൾ ഗോപസ്ത്രീകൾ ഉദ്ധവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇത് ഞങ്ങളുടെ എളിയ ഉപഹാരമായി കണ്ണൻ്റെ കഴുത്തിൽ അങ്ങ് അണിയിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഗോപസ്ത്രീകൾ ആ പൂക്കൾ കൊണ്ടുള്ള മാലകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അപ്പോൾ യശോദ അടച്ചു വായി മൂടിക്കെട്ടിയ ഒരു വെള്ളിപ്പാത്രം ഉദ്ധവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് മറ്റൊന്നും വിചാരിക്കരുത്, എൻ്റെ പൊന്നോമന തങ്കക്കുടത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പുതുവെണ്ണയാണിത്. ഇത് കണ്ണന് കൊടുക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ വിരിയുന്ന ആ പുഞ്ചിരി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കണ്ട് ആനന്ദിക്കണം എന്ന് പറയുന്നു. നന്ദഗോപൻ ഒരു പൊതി കൊണ്ടുവന്ന് കൊടുക്കുന്നു വീണ്ടും ഉദ്ധവൻ്റെ കയ്യിൽ. എന്നിട്ട് പറയുകയാണ്, പ്രഭോ, ഇത് എൻ്റെ മകന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞപ്പട്ടാണ്. അവൻ ഇത് എടുക്കാതെയാണ് പോയത്. അച്ഛൻ്റെ വകയാണ് എന്ന് പറഞ്ഞ് ഇത് അവന് കൊടുക്കണം. കൊടുത്താൽ മാത്രം പോരാ, ഇത് അവനെ ഉടുപ്പിച്ച് അങ്ങ് ഭംഗി കാണണം എന്ന് പറയുന്നു. ഗോപാലന്മാരുടെ വകയായിട്ട് കുറച്ച് പൂമാലകൾ കൂടി അവരും കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. ഗോപന്മാർ കുറേ മധുര പലഹാരങ്ങളും കുറച്ച് പഴങ്ങളുമെല്ലാം തങ്ങളുടെ ഉണ്ണിക്കണ്ണന് തിന്നുവാനായി ഉദ്ധവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഭക്തിയുടെ പാലാഴിയിൽ നിന്നും കരയ്ക്കു കയറുന്നവനെ പോലെ ആ യാദവ ശ്രേഷ്ഠൻ തന്നെ ഏൽപ്പിച്ച ഉപഹാരങ്ങളോടും കൂടി രഥത്തിൽ വന്ന് കയറുന്നു. എവിടെയും കരയുന്ന കണ്ണുകൾ, വിതുമ്പുന്ന ചുണ്ടുകൾ. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അദ്ദേഹം മധുരയിലേക്ക് യാത്ര തിരിക്കുന്നു. ഉദ്ധവൻ വരുന്നത് കണ്ടിട്ട്, ഉദ്ധവൻ്റെ രഥം കണ്ടിട്ട് കൃഷ്ണൻ ഓടി ഉദ്ധവൻ്റെ രഥത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഹരേ കൃഷ്ണ, നിങ്ങൾ ഈ ദൃശ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതാ ഉദ്ധവൻ്റെ രഥം വരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ഉദ്ധവൻ്റെ രഥം വരുന്നത് കാണുന്നു. ഭഗവാൻ ഓടി വരുന്നു ആ രഥത്തിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, കൃഷ്ണൻ ചോദിക്കുകയാണ്, ഗോകുലത്തിൽ എന്തുണ്ട് വിശേഷം? കിതച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉദ്ധവര് എല്ലാ വിവരങ്ങളും വിസ്തരിച്ചു തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അതിനുശേഷം ഉപഹാരങ്ങളെല്ലാം ആ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു.
ഗോപസ്ത്രീകൾ കൊടുത്തുവിട്ട പൂമാലകൾ അപ്പോൾ തന്നെ ഗോപകുമാരൻ തൻ്റെ കഴുത്തിൽ അണിയുന്നു. ഹരേ കൃഷ്ണ. ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. യശോദാദേവി കൊടുത്തയച്ച വെള്ളിപ്പാത്രം തുറന്ന് 2 കുത്തു വെണ്ണയെടുത്ത് ആർത്തിയോടുകൂടി കൃഷ്ണൻ വിഴുങ്ങുന്നു. നന്ദഗോപര് കൊടുത്തയച്ച മഞ്ഞ പട്ടെടുത്ത് ഉടുത്ത് തുള്ളിച്ചാടുന്നു. ഗോപബാലന്മാരുടെ മാലകൾ എടുത്തിട്ട് ശിരസിലാണ് ചൂടുന്നത്. ഗോപന്മാർ കൊടുത്തയച്ച പലഹാരങ്ങളും പഴങ്ങളും ആർത്തിയോടുകൂടി, ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന നിലയിൽ ആർത്തിയോടുകൂടി കൃഷ്ണൻ ഭക്ഷിക്കുന്നു. ഇതെല്ലാം കണ്ണു നിറഞ്ഞു നിന്ന് നോക്കുകയാണ് ഉദ്ധവര്. എന്തൊരു സ്നേഹമാണ് കൃഷ്ണന് വൃന്ദാവനത്തിനോട്, ഗോപസ്ത്രീകളോട്, നന്ദഗോപരോടും യശോദയോടും ഗോപന്മാരോട് കാളിന്തിയോട് എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഭക്തിയാണ് കൃഷ്ണന് അവരോടൊക്കെ. ഇങ്ങനെയൊക്കെ ഉദ്ധവൻ ചിന്തിക്കുകയാണ്. ആ നിമിഷം തൻ്റെ സ്നേഹവും ഭക്തിയുമൊക്കെ നിസ്സാരമാണ് എന്ന് ഉദ്ധവർക്ക് തോന്നുന്നു. ഉദ്ധവൻ അതെല്ലാം നോക്കിക്കണ്ട് ഭഗവാനെ, നിന്റെ മായാലീലകൾ അത്ഭുതകരം തന്നെയെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ 2 ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും നമ്മൾ പറഞ്ഞത്. ഉദ്ധവൻ വൃന്ദാവനത്തിലേക്ക് വരുന്ന ആ കാഴ്ച, ഇവിടെ സ്നേഹവും ഭക്തിയും മാത്രമാണ്, നിഷ്കളങ്കമായ, ഒന്നും ആഗ്രഹിക്കാത്ത നിസ്വാർത്ഥമായ സ്നേഹവും ഭക്തിയുമാണ് കഴിഞ്ഞ 2 അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഭഗവാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഓരോ ഗോപസ്ത്രീകളും ഗോപന്മാരുമായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ മന്ത്രം. ഭഗവാന് മറ്റൊന്നും വേണ്ട, സ്നേഹം മാത്രം മതി. അതിനുവേണ്ടി കാത്തിരിക്കുന്ന സർവേശ്വരനാണ്, ആനന്ദമൂർത്തിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് സ്വയം ഗോപസ്ത്രീകളായിട്ട് മാറുക, ഗോപകുമാരന്മാരായിട്ട് മാറുക, പശുക്കിടാങ്ങളായി മാറുക, വൃന്ദാവനവും കാളിന്തിയും ഗോവർദ്ധനവുമായി മാറുക, യശോദാറാണിയും നന്ദഗോപനുമായി മാറുക. ഭഗവാനെ സ്നേഹിക്കുക. എന്നും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് മാധവൻ്റെ കൂടെ സഞ്ചരിക്കുക. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ വളരെ ശ്രേഷ്ഠമായ ഭാഗങ്ങളാണ്. ഭഗവാന്റെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ് ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി എല്ലാ ദിവസവും 1/2 മണിക്കൂർ മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.